വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. ഏറെ സ്നേഹ ബഹുമാനമുള്ള TTQ ഓൺലൈൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ അതിൻ്റെ കൃത്യമായിട്ട് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനൊക്കെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓക്കെ, ഞാൻ ഫാത്തിഹ ഞാൻ പാരായണം ചെയ്യാം, പിന്നെ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഓക്കെ, സൂറത്ത് യാസീൻ പിന്നെ അവസാനം വരെയുള്ള ആയത്താണ്. 80 മുതൽ 83 വരെയുള്ള ആയത്താണ് പാരായണം ചെയ്യാനുള്ളത്. അപ്പോൾ സൂറത്ത് യാസീൻ നമ്മൾ ഏകദേശം പഠിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ ഓരോരുത്തരായിട്ടും പാരായണം തുടങ്ങിക്കോളൂ. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. ഓക്കെ, മാഷാഅല്ലാഹ്, ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ജസീർ കാക്ക ഓതിക്കോളി. الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്.
ഓക്കെ, അൽഹംദുലില്ലാ. നമ്മൾ സൂറത്ത് യാസീൻ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം. നമ്മൾ റംസാനിൽ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് കംപ്ലീറ്റ് ഓതി തീർന്നിട്ടുണ്ട്. ഇനി നിങ്ങളത് ഹിഫ്ള് ചെയ്യാം, ഒക്കെ ചെയ്യാം നിങ്ങളെ ഐഡിയക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ച എടുത്ത വിഷയത്തിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? ഞാൻ കുറേ പീസാക്കി ഇട്ടിരുന്നു, അതൊക്കെ ഓതി നോക്കിയിരുന്നോ? അതിലെന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇനി സാറേ മദ് ബദല് പിന്നെ ഇവളാൽ മദ് ബദൽ മദ് ബദൽ മദ് ഇവളിന് മദ് ഇവളിന് മദ് ബദൽ എന്ന് പറഞ്ഞിരുന്നില്ലേ? മദ് ഇവളിന് മദ് ബദൽ എന്ന് പറഞ്ഞില്ല. മദ് ബദൽ നമ്മളിപ്പോൾ എടുക്കാൻ പോകണേ ഉള്ളൂ. മദ് ബദലാണ് ഇന്നത്തെ ടോപ്പിക്. മദ് ഇവത് വേറെ തന്നെ, മദ് ബദലാണ്. ഇന്ന് നമ്മൾ മദ് ബദലാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മദ് ബദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംസയ്ക്ക് ശേഷം മദ്ദിൻ്റെ അക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ ഏതെങ്കിലും വരുന്നതിനെയാണ് മദ് ബദൽ എന്ന് പറയുന്നത്. മദ് ബദൽ സാധാരണഗതിയിൽ അലിഫ്, യാ, വാവിന് ശേഷം ഹംസ വരുമ്പോഴാണ് നമ്മൾ മദ് കൊടുക്കാറുള്ളത്. അങ്ങനെയാണല്ലോ നമ്മൾ മദ്ദിൻ്റെ അല്ലേ, അതായത് മദ്ദക്ഷരങ്ങൾക്ക് ശേഷം ഹംസ വന്നു കഴിഞ്ഞാലാണ് മദ് മുത്തസിലും മുൻഫസിലും ഒക്കെ സില കുബറയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞാൽ മദ്ദക്ഷരങ്ങൾക്ക് മുമ്പേ കുദ്ദിമൽ ഹംസു, അതിൻ്റെ മുൻകടന്നുകഴിഞ്ഞിട്ട് ഹംസ വരികയാണ്. അങ്ങനെ അങ്ങനെ ഇത് സംഭവിക്കുന്ന മദ്ദിന് പറയുന്നത് പേരാണ് മദ് ബദൽ. അത് നമ്മൾ ഇതുവരെ മദ് തൊബഈ എന്ന് പറഞ്ഞു പോയ മദ്ദാണ്, പക്ഷെ അതിന് ഒരു പേരുണ്ട് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇതാണ് ബദൽ എന്നാൽ പകരമായി വരുന്നതെന്നാണ്. മദ് ബദൽ എന്ന് പറഞ്ഞാൽ പകരമായി വരുന്ന മദ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പദത്തിൽ രണ്ട് ഹംസകൾ അടുത്തായി വരികയും രണ്ടാമത്തെ ഹംസക്ക് സുക്കൂനാവുകയും ചെയ്യുമ്പോൾ ഉച്ചാരണ സൗകര്യത്തിനായി രണ്ടാമത്തെ ഹംസയെ ആദ്യത്തെ ഹംസയുടെ ഹർക്കത്തിന് അനുയോജ്യമായ മദ്ദാക്ഷരമാക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഉദാഹരണം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രണ്ട് ഹംസ അടുത്ത് വരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഇതിനെന്താണോ ഹർക്കത്തിന് അതിന് അനുയോജ്യമായ രീതിയിലേക്ക് രണ്ടാമത്തെ ഹംസയെ വീണ്ടും അതിലേക്ക് അതിൻ്റെ ഉദാഹരണത്തിലേക്ക് പോവാം. നമുക്ക് കുറച്ച് ഉദാഹരണം കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഒന്നാമത്തെ നിങ്ങൾ നോക്കൂ. നമ്മൾ എപ്പോഴും കാണുന്ന ആമന എന്നാണ്. ഖുർആനിൽ നമ്മൾ കാണുക ആമന എന്നാണ്. പക്ഷേ അത് ആക്ച്വലി അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മന എന്നാണ്. ആ മന എന്നാണ്. അപ്പോൾ അവിടെ അമന എന്നുള്ള രണ്ടാമത്തെ സുക്കൂന് ഹംസ രണ്ടാമത്തെ സുക്കൂനാണല്ലോ. അപ്പോൾ ആ ഹംസനെ അവിടുന്ന് മാറ്റിയിട്ട് പകരം എന്ത് ചെയ്യാണ്, ഒന്നാമത്തെ ഹംസക്ക് ഫത്തഹയാണ്. അപ്പോൾ അവിടെ അത് എന്തായി മാറാണ്, ആ എന്ന് മദ്ദായിട്ട് മാറ്റാണ് ചെയ്യുന്നത്. മദ് പിന്നെ ഒരു പുതിയ മദ്ദായിട്ട് മാറാം. ശരിക്കും അതിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ മന എന്നാണ്. പക്ഷേ ഇവിടെ മദ്ദിന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നു, ആ ഹംസയെ സുക്കൂനുള്ള ഹംസയെ മാറ്റിയിട്ട് പകരം ഹംസക്ക് ആദ്യം വന്ന ഹംസക്ക് എന്താണോ ഹർക്കത്തിന് അതിനനുയോജ്യമായ മദ്ദാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ആമന എന്നായിട്ട് മാറും. അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഊ എന്നാണ്. അപ്പോൾ അവിടെ തൂ എന്നാണ്. തൂ എന്നാണ്. അപ്പോൾ അവിടെയും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംസ കളയപ്പെട്ടിട്ട് ഹംസനെ മാറ്റി ബദൽ അതിന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാണ്, മദ്ദാക്കിയിട്ട് ബദൽ പകരം മദ്ദിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹംസ മാറ്റി എന്നാണല്ലോ, ഹംസ ദൊമ്മയാണല്ലോ. അപ്പോൾ തൂ എന്നായിട്ട് മാറും. ദൊമ്മ വാമദ്ദാണല്ലോ വരിക. അതിൻ്റെ തഹജി നമുക്ക് പിന്നെ പഠിക്കുക. ഈമാനൻ എന്നുള്ളത് മാനൻ എന്നാണ് ആക്ച്വലി വരുന്നത്. അവിടെയും ഇങ്ങനെ തന്നെ പാരായണ സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഹംസ സുക്കൂനുള്ള ഹംസനെ മാറ്റിയിട്ട് എന്നായിട്ട് മാറ്റാണ്. കാരണം ഹംസക്ക് ഒന്നാമത്തെ ഹംസക്ക് കെസ്രയാണ്. അപ്പോൾ ഈമാനൻ എന്നായിട്ട് മാറും. ഇനി ഒന്നും കൂടി നോക്കൂ നിങ്ങൾ. ആദമ എന്ന് പറയുമ്പോൾ ദമ എന്നാണ് ആക്ച്വൽ. ദമ. അപ്പോൾ അതിനെന്താക്കാണ്, ആദമയാക്കിയിട്ട് മാറ്റാണ്. അപ്പോൾ മദ് ബദൽ സിമ്പിളാണ്.
നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ക്ലിയർ അല്ലേ? ബദൽ ആണ്. ആ, മദ് ബദൽ. ബദൽ എന്ന് പറഞ്ഞാൽ സാർ ഇതൊന്നും കൂടി ഒന്ന് പറഞ്ഞുതരുമോ? സിമ്പിളാണ്. മദ് ബദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹംസക്ക് ശേഷം മദ്ദിൻ്റെ അക്ഷരം അലിഫോ യാവോ വാവോ ഐ വാഹദ് ഏത് വന്നാലും അതിനാണ് മദ് ബദൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പകരമായി വരുന്നത് എന്നാണ് ബദൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. അതായത് രണ്ട് ഹംസകൾ അടുത്ത് വരികയും രണ്ടാമത്തെ ഹംസക്ക് സുക്കൂൻ ആകുകയും ചെയ്യുമ്പോൾ ആ സുക്കൂനുള്ള ഹംസയെ, പാരായണ സൗകര്യത്തിന് വേണ്ടി സുക്കൂനുള്ള ഹംസയെ മാറ്റിയിട്ട് അവിടെ ഒന്നാമത്തെ ഹംസക്ക് എന്താണോ ഹർക്കത്ത് അതിനനുയോജ്യമായ മദ്ദാക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ആമന എന്ന് പറയുമ്പോൾ അത് ശരിക്കും അ-മന എന്നാണ്. അ-മന. അപ്പോൾ രണ്ടാമത്തെ ഹംസ സുക്കൂനിനെ മാറ്റിയിട്ട് പകരം എന്തായിട്ടാണ്? മദ്ദാക്കി മാറ്റാണ്. അപ്പോൾ അതാണ് മദ് ബദൽ എന്ന് പറയുന്നത്. നോക്കൂ, ഊതു എന്ന് പറയുന്ന ഉ-തു എന്നാണ്. അവിടെയും ഹംസനെ, സുക്കൂനുള്ള ഹംസനെ കളഞ്ഞിട്ട് ഊതു എന്നായിട്ട് മാറുന്നു. ഈമാൻ എന്നുള്ള ഇമാനൻ എന്നാണ്. അവിടെയും ഹംസനെ കളയുന്നു, ഈമാനനായി. ആദമ എന്നുള്ളിടത്ത് അദമ എന്നാണ്. അതിനെ ഹംസനെ കളയും, സുക്കൂനുള്ള ഹംസനെ കളയുന്നു, ആദമ എന്നാക്കുന്നു. ഹംസ മദ് ബദൽ സിമ്പിൾ. നമ്മളിതുവരെ ഈ ഒരു മദ് ബദൽ നമ്മൾ പറഞ്ഞത് ഹംസ ഫത്ഹ അലിഫ് മദ് തൊബീ ഹർക്കത്താൻ. മദ് തൊബീ തന്നെയാണ്. തൊബീഴി ആയിട്ടുള്ള വ്യത്യസ്ത മദ്ദുകളുണ്ട് അല്ലേ? കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മയിൽ വെക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ആസറ അസറ എന്നാണ് ആസറ ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് മദ് ബദലാണ്. അതായത് ഹംസൻ്റെ അലിഫിൻ്റെ മുമ്പായിട്ട് ഹംസ വരികയാണ്. അപ്പോൾ ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മദ് തൊബീഴി ഹർക്കത്താൻ, അല്ലെങ്കിൽ ഹംസ ഫത്ഹ അലിഫ് മദ് അലിഫ് മദ് ബദൽ മദ് തൊബി ഹർക്കത്താൻ, എങ്ങനെ ആണെങ്കിലും പറയാം. ഓക്കെ, സൈ ഫത്ഹ സ. അത് രണ്ട് ഹർക്കത്ത് നീട്ടണം, അങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും നിയമം ഉണ്ടോ? രണ്ട് ഹർക്കത്ത് നീട്ടണം. മദ് തൊബിയിലാണ് പെടുന്നത്. ചില ആളുകൾ, ചില ഈ പണ്ഡിതന്മാർ പറയുന്നത് 6 ദീർഘം വരെ കൊടുക്കണം എന്നാണ്. പക്ഷെ ഇപ്പം ഉള്ളതിൽ പണ്ഡിതന്മാരിൽ കൂടുതൽ ആളുകളും ഹർക്കത്തൈൻ എന്നാണ് പറയുന്നത്. മദ് ലാസിമാണ് ഏറ്റവും വലിയത്. അക്വൽ മുദൂദു ലാസിമാണ്. വലിയ മദ് ലാസിമ് തന്നെയാണ്. മദ് ബദൽ എന്ന് പറയുന്നത് തൊബഈയായിട്ടാണ് കൂടുതൽ ആളുകളും പരിഗണിച്ചിട്ടുള്ള. 1-2 ആളുകൾ മറ്റേ രീതിയിലും പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ നമ്മൾ മദ് തൊബഈയിലാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, ആതാഹും ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മദ് തൊബീ ഹർക്കത്താൻ. അപ്പോൾ താ എന്ന് പറയുന്നത് എന്താണ്? മദ് ബദലാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഹംസക്ക് ശേഷമല്ലല്ലോ വന്നത്. ഓക്കെ. അല്ല, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ചോദിച്ചത്. ക്ലിയർ ആണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ആതാഹും ഹംസ ഫത്ഹ അലിഫ് മദ് ബദൽ മദ് തൊബീ ഹർക്കത്താൻ. ത ഫത്ഹ അലിഫ് മദ് തൊബീ ഹർക്കത്താൻ. ആതാ ഹ ലൊമഹു ആതാഹു മീം ലൊമമു ആതാഹുമു. പിന്നെ ഊഹിയ. ഇത് ഹംസക്ക് ശേഷം അലിഫ് മദ് വന്നാൽ ആന്നാണോ അല്ലാന്ന് തിരിച്ചറിയാം? ഹംസക്ക് ശേഷം ഈ ഇത് വരുന്നുണ്ടെങ്കിൽ അത് മദ് ബദലാണ്. ഹംസക്ക് ശേഷം ഇങ്ങനത്തെ മദ് ഏത് വന്നാലും അത് മദ് ബദലാണ് വരുന്നത്. ഊഹിയ. അപ്പോൾ ഹംസ അലിഫ് ഹംസ ലൊമ്മ വാവ് മദ്, അല്ല, അലിഫ് ഹംസ ലൊമ്മ വാവ് മദ് ബദൽ മദ് തൊബീ ഹർക്കത്താൻ. ഓക്കെ, ഹംസ ലൊമ്മ വാവ് മദ് ബദൽ മദ് തൊബീ എന്നും പറയാം. അല്ലെങ്കിൽ അലിഫ് ഹംസ ലൊമ്മ വാവ് മദ് ബദൽ മദ് തൊബീ ഹർക്കത്താൻ. ഹ കസ്ര ഹി ഊഹി യ ഫത്ഹ യ ഊഹിയ. ഖ എന്ന് പറയുന്നത് നോർമൽ മദ് തൊബീയാണ്. ഖ. പിന്നെ ഖ സി ഇ ഹംസ കസ്ര യ മദ് ബദൽ മദ് തൊബീ ഹർക്കത്താൻ. ഹംസക്ക് ശേഷമാണ് യാ മദ് വന്നത്. അപ്പോൾ അത് മദ് ബദലാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യുക. അതിൽ നിന്നിട്ട് ഞാൻ പറയുന്ന ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? തഹജ്ജ് ചെയ്യുക. ഓക്കെ.
ഇതാരാ പാരായണം ചെയ്യുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما قوما بورا. ഓക്കെ وكانوا قوما بورا. ഓക്കെ, കുഴപ്പമില്ല. ഇവിടെ നിങ്ങൾ തഹജ്ജ് ചെയ്യേണ്ട ഭാഗം ഞാൻ അണ്ടർലൈൻ ഇട്ട് കാണിച്ചു തരാം. ഇതാ ഈ ഭാഗമാണ്. വാ ഫതഹ വാ അലിഫ് ഹംസ വാ ഫതഹ അലിഫ് വാ ഫതഹ വാ ഹംസ ഫതഹ അലിഫ് അല്ല മദ് ബദൽ മദ് ബദൽ തബീ ഹർക്കത്താൻ ആ വാ അവിടെ നോട്ടെ. വാ അവിടെ കട്ടെ. എന്താണ് വാ അവിടെ നോട്ടെ. ബാ ഫതഹ ബാ അല്ല, ബാന്റെ കംപ്ലീറ്റ് പറഞ്ഞോളി. ബാ ഫതഹ മദ് അലിഫ് മദ് മുത്തസിൽ വാജിബ് അർബ ഔ ഹംസ ഔ സിത്ത ഹർക്കാത്ത്. സിത്തല്ല, അർബ ഹംസ ഹർക്കാത്ത്. ഹംസ ഫതഹ സിത്ത അല്ല അർബ ഔ ഹംസ ഹർക്കാത്ത്. ബാ ഹംസ ഫതഹ ഹ ലമ്മഹു മീം സുകൂൻ മീം സാക്കിന പറയണ. മീം സാക്കിന മുൽഹറ ഖബലൽ ഹാഇൽ മഫ്തൂഹ എന്നൊക്കെ പറയേണ്ടി വരും. അല്ലെങ്കിൽ മീം സുക്കൂൻ എന്ന് പറഞ്ഞാൽ മതി. സിമ്പിൾ. മീം സുക്കൂൻ ഹും വആബാഉഹും. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. ഇതാരാ പാരായണം ചെയ്യുന്നത്? ലഹും ഫീഹാ മാ യശാഊന ഖാലിദീൻ കാന അലാ റബ്ബിക വഅദൻ മസ്ഊലാ. ഓക്കെ, ഇതാണ് ഈ ഭാഗമാണ് തഹജ്ജുദ് ചെയ്യേണ്ടത്. യാ ഫതഹ യാ, ഷീൻ ഫതഹ, അലിഫ് മദ് മുത്തസിൽ വാജിബ്, അർബ और हमसा हरकत, हमसा लम्मा यशाऊ. ഹംസ ദൊമ്മക്ക് എന്തോ കുറച്ചും കൂടി പറയാനില്ല. ഹംസ ദൊമ്മ തീരാണോ? അല്ല വാമദും കൂടി പറയണ്ട, അപ്പോഴല്ലേ ഫുൾ ആവുള്ളൂ. മറ്റേത് ഹംസ ലൊമ്മ പറയുമ്പോ വാമദ് നമ്മൾ ഒഴിവാക്കിയ പോലെ ഇപ്പോ. അതതിന്റെ കൂടെ ഹംസ ലമ്മ വാമദ് തബീ ഹർക്കത്താൻ നൂൻ ഫതഹ ന യശാഊന. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് നസ്ഫീസ താത്ത പറഞ്ഞു. അഫ്സത്താത്ത, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിലെ ഒരു അത് പെട്ടെന്ന് നമ്മൾ ഇതുവരെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ടാണ് വന്നു പോകുന്നത്.
അതായത് ഹംസ ലമ്മ വാമദ് ബദൽ ആ നൂൻ ഫതഹ ആ ന അല്ലേ? ഓക്കെ 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 വാവ് മദ് മദ് ബദൽ പിന്നെ തബി ഹർക്കത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, പറയണോ? തൊബി തൊബി വേണമെങ്കിൽ തൊബി സാധാരണ മദ്ദിൽപ്പെട്ട അതാണ് മദ് ബദൽ എന്നും കൂടി അവിടെ ചേർത്ത് പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹംസ ദൊമ്മ വാവ് മദ് ബദൽ ഹർക്കത്താൻ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ ഓക്കെ ഒന്നും കൂടി ഒരു ഇതാവണമെങ്കിൽ ഹംസ ദൊമ്മ വാവ് മദ് ബദൽ മദ് തൊബി ഹർക്കത്താൻ ഊ യശഊന. ഓക്കെ ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാഹ്. ശുക്രൻ. അടുത്ത ആള് ഇതൊന്ന് പാരായണം ചെയ്യൂ. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. ഓക്കെ, ഇതൊന്ന് തഹ ചെയ്തോളൂ. വഖഫ് ചെയ്തിട്ട് തഹ ചെയ്തോളൂ കേട്ടോ. Okay. Hamza Fatha Alif Mad Badal Mad Tobi Harkatan A Kha Fatha Mufakhama Kha Kha Ra Dhamma Wa Mad Tobi Harkatan Akharu Noon ഞാൻ വഖഫ് ചെയ്തിട്ട് തഹ ചെയ്യാനാ പറഞ്ഞത്. വഖഫ് ചെയ്യുമ്പോ എങ്ങനെ അവിടെ നിങ്ങൾ വഖഫ് ചെയ്യ എങ്ങനെയാ? ആഖറൂൻ എന്നല്ലേ? Wa Mad Leen ലീനാണോ? ആരിദ് ലി സുക്കൂൻ. Aril. Okay. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കൂ. റാ ദമ്മ Ra Dhamma Wa Mad Aril Aril Sukun Aril Sukun Jais Isnan Au Arba Au Sitta Harkat Noon Sakina Rindal Waqf. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആഖറൂൻ. സംശയമൊന്നുമില്ലല്ലോ? അതെ, അതൊന്ന് റിവൈസ് ചെയ്തിട്ടില്ല ഇപ്പൊ ഈ ഒരു 2-3 ക്ലാസ് അതാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. ചെറിയൊരായത്താണ്. ഇതാരാ ചെയ്യുന്നത്? ലഇലാഫി ഖുറൈശ്. വഖഫ് ചെയ്യണ്ട, അല്ല വഖഫ് ചെയ്തിട്ട് തന്നെ ആയിക്കോട്ടെ. ലഇലാഫ് ഒന്ന് തഹ ചെയ്യൂ. ലാം കസ്ര ലി, അലിഫ് ഹംസ കസ്ര ഇ. ഈന്നില്ലേ? ഈ മാത്രല്ലോ ഈന്നില്ലേ? ഈന്നല്ലേ വരുന്നത്? അതെ അതെ അതെ. അലിഫ് ഹംസ കസ്ര, അലിഫ് ഹംസ കസ്ര യാ മദ് ബദൽ ഈ യാ മദ് ബദൽ മദ് തൊബഈ ഹർക്കത്താൻ, അല്ലെങ്കിൽ യാ മദ് ബദൽ ഹർക്കത്താൻ, രണ്ടിലും ലി ഈ ലാം ഫതഹ അലിഫ് മദ് തബീ ഹർക്കത്താൻ. ഞാൻ വഖഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ലാം ഫതഹ അലിഫ് മദ് അലിഫ് മദ് അലിഫ് മദ് ആരിൽ സുകൂൻ ജായിസ് ഇസ്നൈൻ ഔ അർബഅ ഔ സിത്ത ഹർക്കات സാകിന ഇൻദൽ വഖഫ്. ഓക്കെ ഓക്കെ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ബദൽ കഴിഞ്ഞിട്ടുണ്ട്. ബദൽ വലിയൊരു പ്രശ്നം വരുന്നൊരു സംഭവമല്ല, സിമ്പിളാണ് ബദൽ. സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക് ബദൽ? ക്ലിയർ ആണ്. ഓക്കെ. ചിലപ്പോൾ ആയത്ത് വരുമ്പോൾ ആണ് കൺഫ്യൂഷൻ ആവാൻ തോന്നുന്നില്ലേ? ആയത്ത് വരുമ്പോഴാണ് കൺഫ്യൂഷൻ ആവുക. മൂന്നാമത് പറഞ്ഞ ആയത്തിലെ ഒരു ജാഉ ഇല്ലേ? ജാഉ ഫഖദ് ജാഉ ദുൽമൻ വസൂറാ. ഇതങ്ങനെ അവിടെ ഇല്ലേ മദ് ബദൽ? ഹംസ ദമ്മ മദ് ബദലാണ്.
ഓക്കെ. അപ്പൊ ഇനി പിന്നെ ഞാൻ ചോദിക്കണത് അതല്ല, ജാ ഊ അങ്ങനെയൊക്കെ വരുമ്പോ സാധാരണ ഒരു അലിഫ് സിഫ്ർ മുസ്തദീർ കാണലുണ്ട്, അതായത് കണ്ടില്ല, അതാ ചോദിക്കാൻ. ഇത് ഖുർആൻ തന്നെ കോപ്പി ചെയ്തതാണ് ഇത് ആ എങ്കിലും പിന്നെ ഇവിടെ ഹംസ സുക്കൂൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ആ അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ആ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ചോദിച്ച ഇതിന് ചെറിയൊരു ആൻസർ ഉസ്താദ് പറഞ്ഞു തന്നിരുന്നു. ചെറിയ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, എനിക്ക് അങ്ങനെ കിട്ടണം എന്നില്ല, കാരണം നമ്മൾ പഠിക്കണ മാതിരി മതി. അല്ല അങ്ങനെയല്ല സാറ് പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ ഉള്ള പിന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടത്. അല്ല അത് കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞത് ഉള്ളതാണ് സംഭവം. ആ ഒരു ഗ്രാമർ പരമായിട്ട് അത് തന്നെയാണ് സംഭവം. അതായത് പിന്നെ അവിടെ എന്തുണ്ട്, കെസ്ര റാ കെസ്ര യാമദ് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ തജ്വീദ് പണ്ഡിതന്മാരാരും എന്ത് ചെയ്യുന്നില്ല, അവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മളെ ഖുർആൻ പാരായണത്തിൽ ആ ഒരു സംഭവം അവിടെ നമ്മളെ പ്രത്യക്ഷത്തിൽ അത് കാണുന്നേ ഇല്ല. അപ്പം അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവം നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അതിൻ്റെ കിടപ്പ് കിടക്കുന്നത്. പക്ഷേ ഖുർആനിൽ അതില്ലാത്തത് കൊണ്ട് അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ എന്താണോ വരുന്നത് അതേപോലെ തർക്കീക്കിലേക്ക് പോകണ്ട എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളൊരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാണ്. പേര് അലിഫാത്തു സബ്അ എന്നാണ്. 7 അലിഫുകൾ ഖുർആനിലെ ചില പ്രത്യേക പദങ്ങളുടെ അവസാനം വരുന്ന പാരായണത്തിൽ അവസാനം വരുന്നതാണ്. ഖുർആനിലെ ചില പ്രത്യേക പദങ്ങളുടെ അവസാനം വരുന്നത്. പാരായണത്തിൽ വ്യത്യസ്തമായ നിയമം പാലിക്കേണ്ട 7 അലിഫുകളെയാണ് അലിഫാത്തു സബ്അ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്താണ് എന്നുള്ളത്. ഓക്കെ, പിന്നെ ജസ്റ്റ് ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക. ഖുർആനിലെ ചില പ്രത്യേക പദങ്ങളുടെ അവസാനം വരുന്നതാണ് ഈ അലിഫാത്തു സബ്അ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ. അത് 7 വാക്കുകളിലാണ് വരുന്നത്. വിശുദ്ധ ഖുർആനിലെ 7 വാക്കുകളിലാണ് വരുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് 7 വാക്കും പഠിച്ചു വെക്കുക. ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്താണ്, നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ അതിനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഇതിലേക്ക് പോവുക, അതിൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പ്രധാന നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 7 പദങ്ങൾ ഓതുമ്പോൾ അവയിൽ നിർത്തി ഓതുകയാണെങ്കിൽ, അതായത് വഖഫ് ചെയ്യുകയാണെങ്കിൽ, ആ അലിഫിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ അലിഫിനെ 2 ഹർക്കത്ത് നീട്ടി ഓതണം. അതായത് അവിടെ മദ് വരുന്ന അർത്ഥം, അവിടെ മദ്ദാക്കിയിട്ട് ഓതണം. നിർത്താതെ ഓതുകയാണെങ്കിൽ അലിഫ് എന്തല്ല, ഉച്ചരിക്കാൻ പാടില്ല. അതായത് അലിഫ് അവിടെ സുക്കൂത്തായി പോവും, കേൾക്കൂല. ഖുർആനിലെ ഈ അലിഫുകൾക്ക് മുകളിൽ ഒരു ചെറിയ നീളത്തിലുള്ള വട്ടം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതാണ് അലിഫാത്തു സബ്അ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു ഡെഫിനിഷനായിട്ട് നമുക്ക് തരാൻ പറ്റുന്നത്. ഇനി നമുക്ക് ആ അലിഫാത്തു സബ്അ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കാര്യം മനസ്സിലാവും. ഈ 7 ഇതാണ് അതിൻ്റെ അറബിയാണ് കേട്ടോ. ഹിയ സബ്അ അലിഫാത്തിൻ ഫി സബ്ഇ കെലിമാത്തിൻ. അതായത് 7 അലിഫുകൾ 7 കെലിമത്ത് വാക്കുകളിൽ. അല റിവായത്ത് ഹഫ്സ് അൻ ആസിം, ഹഫ്സ് ഇബ്നു ആസിം, അൻ ആസിം, ആ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന റിവായത്തിൽ വരുന്നതാണ്. അവിടെ പാരായണം ചെയ്യുമ്പോൾ തസ്ബുത്തു വഖഫൻ, വഖഫ് ചെയ്യുകയാണെങ്കിൽ സുബൂത്താവും. സുബൂത്താവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിലനിൽക്കും അവിടെ. അതായത് ആര് നിലനിൽക്കും, ആ അലിഫ് നിലനിൽക്കും. വ തുഹ്ദഫു വസ്ലൻ, വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർക്കാണെങ്കിൽ തുഹ്ദഫു എന്ന്. തുഹ്ദഫു എന്ന് പറഞ്ഞാൽ കളയും, ഹദഫ് ചെയ്യും, കളഞ്ഞിട്ട് ഓതും. അതാണ് ഈ കാണാൻ പോകുന്ന 7 എണ്ണം. അന, ലാകിന്ന, അദ്ദുനൂന, അസ്സബീല, അർറസൂല, സലാസില, ഖവാരീറ. അന, അദ്ദുനൂന, ലാകിന്ന, അസ്സബീല, അർറസൂല, ഖവാരീറ, സലാസില. ഈ 7 എണ്ണം, ഈ 7 എണ്ണം നമ്മൾ പഠിക്കുക. അലിഫാത്തു ഇത് അലിഫ് സിർഫ് മുസ്തദിറിന്റെ വ്യത്യാസം
ആ സിഫറിന്റെ പൂജ്യവും ഈ പൂജ്യവും തമ്മിൽ ലേശം ഒരു വ്യത്യാസമല്ലേ? സലാസില എന്ന് എഴുതിയോടത്തുള്ള പൂജ്യം നോക്കൂ നിങ്ങള്. സലാസില എന്ന് എഴുതിയോടത്തുള്ള അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യല്ലേ വേണ്ടി? അവോയ്ഡ് ചെയ്യല്ല, ഇതിന് വ്യത്യാസമുണ്ട്. ഇതിൽ നിർത്തുകയാണെങ്കിൽ ആ അലിഫിന് എന്തുണ്ട്, മദ്ദാക്കിയിട്ട് മാറ്റും. 2 ഹർക്കത്ത് സമയം കൊടുത്തിട്ട് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഇപ്പോൾ അന എന്നുള്ളിടത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ അത് നിർത്തലെങ്ങനെ, അന ആയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആയത്ത് ഓരോന്ന് ഇനി താഴത്ത് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ആ ഊതുമ്പോൾ അത് മനസ്സിലാവും. നിർത്തുകയാണെങ്കിൽ അന എന്ന് 2 ഹർക്കത്ത് സമയം കൊടുക്കും. നിർത്തുന്നില്ലെങ്കിൽ അത് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അതെന്തായി പോവും, സുക്കൂത്തായി പോവും. പൂജ്യത്തിന് ലേശം ഒരു എന്തുണ്ട്, ഒരു വട്ടം കൂടുതലുണ്ട്. ഇപ്പോൾ സലാസില എന്ന് പറഞ്ഞിടത്തുള്ള പൂജ്യവും ബാക്കിയുള്ളിടത്തുള്ള പൂജ്യങ്ങൾ നോക്കി ഡിഫറൻ്റ് അല്ലേ? സ്ക്രീനിൽ കാണുന്ന സലാസില എന്നുള്ള നീളം കൂടുതലുണ്ട്. സലാസില എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൂജ്യം നോക്കൂ. ഇത് ശരിക്കും നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്, അലിഫ് സിഫർ മുസ്തദീറാണ്. പക്ഷെ ഇതെന്താണ്, ഒന്ന് തൊവീലാണ്, മുസ്തീലാണ്, തൊവീലായിട്ടുള്ള പൂജ്യമാണ്. അതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. വട്ടപൂജ്യാണ്. വട്ടപൂജ്യം താഴ്ത്തത്. ഇത് എന്താ, നീളപൂജ്യം എന്നാ പറയാ. നീളപൂജ്യം എന്നാണ് ഇതിന് പറയാ. സോറി, വട്ടപൂജ്യം അതാണ് അലിഫ് സിഫർ മുസ്തദീറാണ്. സിഫർ മുസ്തദീർ, വട്ടപൂജ്യം. ഇത് മുസ്തീലാണ്, തൊവീലാണ്. അലിഫ് സിഫർ മുസ്തീൽ, സിഫർ പൂജ്യം തന്നെയാണ്, പക്ഷെ തൊവീലായിട്ടുള്ള പൂജ്യമാണ്. ഒരു തൊവീൽ, ലേശം ഒരു വട്ടം കൂടുതലുള്ള പൂജ്യമാണ്. ഈ 7 ഇനിയിപ്പോൾ നമ്മൾ ഈ 7 അതിൻ്റെ എങ്ങനെ സലാസില, സലാസിലക്ക് ഒരു ഇതുണ്ട്. അപ്പം എന്തായാലും സലാസില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ രണ്ടും ചെയ്യാന്നാണ് പറയുന്നത്. അതായത് സലാസില എന്നുള്ളത് വഖഫ് ചെയ്യുമ്പം നിങ്ങൾക്ക് മുസ്തീലിൻ്റെ പിന്നെ ഇതും എടുക്കുക, അതിൽ മാത്രമാണ് അത് വരുന്നത്. സലാസില എന്നുള്ള ഒരൊറ്റ ഇതിൽ മാത്രം. അതും മുസ്തീലും ആവും മുസ്തദീറുമാവും, രണ്ടുമായിട്ട് ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ടാണ് അവിടെ അങ്ങനത്തെ ഒരു 0 വരുന്നത്. ബാക്കിയുള്ളതൊക്കെ അതെ അതെ അതെ. സലാസിൽ എന്നാക്കാം, അല്ലെങ്കിൽ സലാസില എന്നും ആക്കാം. രണ്ടും ചെയ്യാൻ പറ്റും. മറ്റേന്ന് അസബീല എന്നുള്ളത് നിർത്താണെങ്കിൽ അസബീല എന്നേ നിർത്താൻ പാടുള്ളൂ, അല്ലെങ്കിൽ അസബീൽ എന്ന് പറഞ്ഞ് നിർത്താൻ പാടില്ല. സലാസിലക്ക് മാത്രം അങ്ങനെ ഉണ്ട്, സലാസില. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആയത്തുകളിലേക്ക്. ഏത് എന്റെ പേര് പറഞ്ഞ എന്താണ്, സീറോനെ അലിഫ് സിഫർ മുസ്തീൽ, തവീൽ എന്നുള്ള തവീലായിട്ട് എന്നുള്ള ഇതാണ്. തവീൽ എന്ന് പറഞ്ഞാൽ അലിഫ് മുസ്തദീർ മറ്റേത് വട്ടപൂജ്യം വേറെ, ഇത് തവീലായിട്ടുള്ള നീളപൂജ്യം എന്നാണ്. തവീൽ എന്ന് പറഞ്ഞാൽ നീളം ഉള്ളത് എന്നാണ്. ഇനി നമുക്ക് ആയത്തിലേക്ക് പോവാം. നാസിയാത്തിലെ ആയത്താണ് ഒന്നാമത്തെ ഞാൻ കൊടുത്തത്, അന എന്ന് പറയുന്നത്. അന ഖുറാനിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഖുറാനിലെ മുഴുവൻ അനകളും ഫീ കുല്ലി ഖുറാൻ, അന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവും, ഈ ഒരു പൂജ്യം ഉണ്ടാവും അലിഫിൻ്റെ മുകളിൽ. അന എന്ന് പറയുമ്പോൾ അനൻ്റെ മുകളിൽ ഒരു അലിഫും ഉണ്ടാവും, ഈ ഒരു തൊവീലായിട്ടുള്ള പൂജ്യം ഉണ്ടാവും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഫഖാല അന റബ്ബുകുമുൽ അഅല എന്നാണ് ഇത് നോർമൽ പാരായണം ചെയ്യുക. അപ്പോൾ അന റബ്ബുക്കും എന്നാണ്. അപ്പോൾ അവിടെ എന്തില്ല, അന റബ്ബുക്കും എന്ന് പറഞ്ഞിട്ട് അലിഫ് കേൾക്കുന്നേ ഇല്ല. നേരെ മറിച്ചിട്ട് അവിടെ നിർത്താണ്. ഫഖാല അന എന്ന് എന്ത് ചെയ്യും, ഹർക്കത്തൈൻ 2 സമയം കൊടുത്തിട്ടാണ് നമ്മൾ വഖഫ് ചെയ്യേണ്ടത്. അതായത് അതിൽ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അന ചേർത്ത് ഓതുകയാണെങ്കിൽ ഫഖാല അന റബ്ബുകുമുൽ അഅല. അതായത് വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ തൊബീഴി ഹർക്കത്താൻ വരും. അതല്ല ചേർത്ത് ഓതുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും, കളയപ്പെടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ പിന്നെ
നിയമം എന്ന് പറയുന്നത്. നൂൻ ഫഥ അലിഫ് സിഫർ മുസ്തീൽ യസ്ബുതു വഖഫൻ തസ്കുതു വസ്ലൻ എന്നാണ് തെഹജി പറയാം. അല്ലെങ്കിൽ തുഹ്ദസു വഖഫൻ അല്ല തുഹ്ദസു വസ്ലൻ എന്ന് പറയും. ചേർത്തോതാണെങ്കിൽ കളയപ്പെടും. തുഹ്ദഫു എന്ന് പറയും. അല്ലെങ്കിൽ എളുപ്പം എന്താ പറയുക, എളുപ്പം നമുക്ക് തസ്കുത്ത് വസ്ലൻ എന്നായിരിക്കും പറയലും നല്ലത്. നമ്മൾ പഠിച്ചൊരു ഭാഗം കൊണ്ട് ചേർത്തോതാണെങ്കിൽ സുക്കൂത്തായി പോകും. അവിടെ നിർത്തുകയാണെങ്കിൽ തസ്ബുത്തു വഖഫൻ. തസ്ബുത്ത് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ അവിടെ സുബൂത്താവും. സുബൂത്താവുക എന്ന് പറഞ്ഞാൽ നിലനിർക്കുക. അള്ളാഹുമ്മ സബ്ബിത്തുഹു ഇൻ ദ സുആൽ എന്ന് നമ്മൾ പറയല്ലേ. അപ്പോൾ പിന്നെ ചോദ്യത്തിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അന എന്ന് പറയുമ്പോൾ അവിടെ സുബൂത്ത്. മനസ്സിലായല്ലോ. അപ്പോൾ ഖുർആനിലെ മുഴുവൻ അനകളും എന്താണ്, ഈ ഒരു ഗണത്തിൽപ്പെട്ടതാണ്. ഏത് അലിഫാത്തു സബയിലെ അന എന്ന് പറയുന്ന എല്ലാം എന്താണ്, അലിഫാത്തു സബയിലെ ഒന്നാമത്തെ അതാണ്. ഖുർആനിലെ മുഴുവൻ അനകളും അതിൽപ്പെട്ടതാണ്. ക്ലിയർ? ഒന്നാമത്തെ സിമ്പിളാണ് പഠിക്കാൻ അന എന്ന് പറയുന്നത്. മറ്റേത് അപ്പോൾ ഖുർആനിൽ എവിടെ അന വരികയാണെങ്കിലും നമുക്കത് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തേതാണ് ലാക്കിന്ന. ലാക്കിന്ന എന്ന് പറയുന്നത് സൂറത്ത് കഹ്ഫിലെ 38-ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ വഖഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലാകിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ എന്നാണ്. ഇനിയിപ്പോൾ ഒരാളിപ്പോൾ ഇങ്ങനെ വരിക, സുമ്മ സവ്വാക റജുലൻ ലാകിന്ന, അങ്ങനെ ഒരാൾ നിർത്തുകയാണെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യുക. നോർമൽ കേസിൽ നമ്മൾ അങ്ങനെ ചെയ്യൂല. ലാകിന്ന ഹുവല്ലാഹു എന്നാണ്. ഓക്കെ. ഒരാൾ ഈ ആയത്തൊന്ന് ഓതിക്കോളൂ. നമുക്ക് കൂടെ ആയത്തുകളും കൂടി ഓതുമ്പോൾ നിങ്ങളെ പാരായണത്തിൻ്റെ കപ്പാസിറ്റിയും ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا. ഓക്കെ. നമ്മൾ സുക്കൂന് പറയുന്ന സമയത്ത് ഉഷിരിക്കു എന്ന് പറയാണ്ട് ഉഷ് അവിടെ അങ്ങോട്ട് ഉഷ് എന്ന് വെക്കാണ്ട് വല ഉഷിരിക്കു എപ്പോഴും വന്നു പോകുന്നതാ. ഓക്കെ ഓക്കെ. നമ്മൾ മാറ്റി കൊണ്ടുവരണം ഇനി ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ അത് ലാക്കിന്ന. ഞാൻ ഇവിടെ തഹജി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ ശ്രദ്ധ വരുന്നത് അപ്പുറത്തെ റജുലൻ എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ശ്രദ്ധ വരുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ തുടങ്ങുകയാണെങ്കിൽ എന്താണ്, ലാം ഫത്ഹ അലിഫ് മദ് തൊബി ഹർക്കത്താൻ ലാ കാഫ് കസ്രാക്കി ലാക്കി, പിന്നെ നൂൻ ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അലിഫ് സിഫർ മുസ്തീൽ തസ്ബുതു വഖഫൻ തസ്കുതു വസ്ലൻ തസ്ബുതു വഖഫൻ തസ്കുതു വസ്ലൻ. ഓക്കെ. കിട്ടിയോ? അല്ല, ഒന്നും കൂടി പറയോ ഉസ്താദ്? അത് ഒന്ന് എഴുതി കാണിക്കാൻ പറ്റുമോ? പറഞ്ഞോളൂ. കാഫ് കസ്ര ഖി ലാഖി നൂൻ മുശദ്ദദ ബിൽ ഫത്ഹ നൂൻ ഹർഫ് ഉന്ന മുശദ്ദദ ബിൽ ഫത്ഹ നൂൻ ഹർഫ് ഉന്ന മുശദ്ദദ ബിൽ ഫത്ഹ അലിഫ് സിഫർ മുസ്തീൽ യസ്ബുതു വഖഫൻ ഇൻദൽ വഖഫ. അല്ല, വേണ്ട. യസ്ബുതു വഖഫൻ തസ്കുതു വസ്ലൻ.
യസ്കുത്ത് വഖഫൻ തസ്കുത്ത് വസ്ലൻ അത്രേ ഉള്ളൂ. ഖലാസ്. ലാക്കിൻ മദ് തൊബയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് താങ്കൾ ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് തസ്ബുത്തു വഖഫൻ തുഹ്ദഫു വസ്ലൻ. തുഹ്ദഫ് എന്ന് പറഞ്ഞാൽ കളയും എന്നാണ്. അവിടെ ഞാൻ തുഹ്ദഫിന് പകരം ഞാൻ പറഞ്ഞ എന്താണ്, തസ്കുത്തു എന്നാക്കി മാറ്റിയെന്നുള്ളൂ. കാരണം തസ്കുത്തു നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് പഠിച്ചതായത് കൊണ്ടാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ തഹജ് എന്ന് പറയുന്നത്. കാണില്ലേ? കണ്ടു കണ്ടു. തസ്കുത്ത് വഖഫൻ വസ്തഫു വസ്ലൻ. വാ വേണ്ട, തസ്കുത്ത് എന്നാണ് പറഞ്ഞത്. തസ്ബുത്തു വഖഫൻ തസ്കുത്തു വസ്ലൻ. വാ വേണമെന്നില്ല. തുഹ്ദഫു വസ്ലൻ എന്നോ എന്നുള്ളതിന് പകരം തസ്ബുത്ത് ഉപയോഗിച്ചാൽ മതി അല്ലേ? തസ്കുത്ത് തന്നെ നമ്മൾ ഉപയോഗിച്ച് പഠിച്ചതായതുകൊണ്ട് തസ്കുത്ത് വസ്ലൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്, കളയൽ തന്നെയാണ് രണ്ടും. കൊഴിഞ്ഞു പോകുന്നു, കളയുന്നു, രണ്ടും ഇതാണ്. അപ്പൊ അതിൽ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ മതി. അപ്പൊ തെഹജ് പറയുമ്പോ എന്താണ്, അലിഫ് സിഫർ മുസ്തഖീൽ തസ്ബുത്തു വഖഫൻ തസ്കുത്തു വസ്ലൻ അല്ലെങ്കിൽ തുഹ്ദഫു വസ്ലൻ. ഇത് തസ്ബുത്തു വഖഫൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തായി, അലിഫ് നിൽക്കാന്ന് പറഞ്ഞാൽ അലിഫ് മദ്ദായിട്ട് മാറി. അപ്പൊ അവിടെ എന്താണ്, രണ്ട് ഹർക്കത്ത് ടൈമിംഗ് ഇൻക്ലൂഡഡ് ആണ് അതിൽ. പക്ഷെ അവിടെ അത് സ്പെസിഫിക് ആയിട്ട് മദ് തൊബി ഹർക്കത്താനൊന്നും പറയുന്നില്ല. ഓക്കെ, എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു ആർക്കോ. ആയത്ത് ഓതുമ്പോ അങ്ങനെ ഓതേണ്ടത് അല്ലേ? ആയത്ത് ഓതുമ്പോ അവിടെ നിർത്തുന്നില്ല, ലാക്കിന്ന അങ്ങനെ എന്നങ്ങനെ പോവാ വേണ്ടി. ലാക്കിന്ന ലാക്കിന്ന വേണ്ട, ലാക്കിന്ന ഹുവല്ലാഹു റബ്ബി വലാ ഉശ്രികു അങ്ങനെ പോവാ വേണ്ടിയത്. അല്ല, ഇത്രയും കാലം ലാക്കിന്നായിരുന്നു ഓതിയത്. നീട്ടിയിരുന്നു അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ തെഹജി വരുന്നത്. തസ്ബുത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക, ആരുണ്ടാവും, അലിഫ് അവിടെ ഉണ്ടാവും. വഖഫ് ചെയ്യുകയാണെങ്കിൽ അലിഫ് അവിടെ നിൽക്കും. അലിഫ് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, മദ്ദായി മാറുകയാണ് ചെയ്യുന്നത്, അവിടെ അതിൽ ഇൻക്ലൂഡാണ്. അല്ലെങ്കിൽ പിന്നെ അത് ചേർത്ത് ഓതാണെങ്കിൽ തുഹ്ദഫ് വസ്ലൻ അല്ലെങ്കിൽ തസ്കുത്ത് വസ്ലൻ, രണ്ടിലും ഏതും നമുക്ക് ഉപയോഗിക്കാം. അത് നിങ്ങൾ ഐഡിയ പോലെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ലാക്കിന്ന പാരായണം ചെയ്തു. സൂറത്ത് കഹ്ഫിലാട്ടോ. ഇത് നോക്കണം, അന എന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ ഏത് പിന്നെ ആയത്തും നമുക്ക് ഉദാഹരണം എടുക്കാം, അന വരുന്ന ഏതായത്തും. ലാക്കിന്ന എന്ന് പറയുന്നത് സൂറത്ത് കഹ്ഫിലെ 38-ാമത്തെ ആയത്താണ്, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അന കഴിഞ്ഞു. രണ്ടാമത്തേതാണ് ലാക്കിന്ന. മൂന്നാമത്തെ നോക്കാം നമുക്ക്. അദ്ദുനൂന സൂറത്ത് അഹ്സാബിലെ 10-ാമത്തെ ആയത്തിലാണ്. ഇത് കൃത്യമായിട്ട് അവിടെ എന്താണ്, തസ്ബുത്തു വഖഫൻ വരുന്ന സംഭവമാണ്. ഒന്ന് പാരായണം ചെയ്തോളൂ, എന്നിട്ട് നമുക്ക് അതൊന്ന് തഹജ് ചെയ്ത് നോക്കാം. ഇജ്ജാഉകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും. ഓതൂ. ജാഉകും എന്നല്ല, ജാഉകും. ഓക്കെ ഓക്കെ. إذ جاءوكم من فوقكم ومن أسفل منكم وإذ زاغت الأبصار അബ്സാരി അല്ല, അബ്സാറു ആണ്, അബ്സാരി അല്ല. أبصار وإذ زاغت الأبصار وبلغت القلوب الحناجر وتظنون بالله الظنونا. ഓക്കെ, ഇനി അതൊന്ന് തഹജ് ചെയ്ത് നോക്കൂ നിങ്ങൾ. വഖഫ് ചെയ്തിട്ട്, വഖഫ് ചെയ്യാണല്ലോ, അവിടെ നിർത്താണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഹംസത്ത് വസ്ലിൻ തസ്കുത്ത് വസ്ലിൻ ലാം
മുദ്ഹറ ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ ലാം ഹംസത്തു ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലിൻ നബ്ദഉ ബിഹാ ലാം ഷംസിയ ളാദ് ഷദ്ദ ലമ്മ അല്ലല്ല ലാം ഷംസിയ മുദ്ഗമ ലാം ഷംസിയ മുദ്ഗമ ഫിൽ ദ്വാദിൽ ഫിൽ ആയിൽ ഫിദ്ദാഇൽ മദ്മൂമ മദ്മൂമ നൂൻ ലമ്മ അവ്വു 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 അതായത് പറഞ്ഞോളൂ അവ്വു അബ്ദു നൂൻ നൂൻ ലമ്മ വാവ് മദ് ബദല മദ് തൊബിയല്ലേ ബദലല്ലല്ലോ ഹംസ വന്നാലാണ് ബദല മറ്റേ തൊബിയാണ് നൂൻ ലമ്മ വാവ് മദ് തബീ ഹർക്കത്താൻ നൂൻ ഫതഹ അലിഫ് സിഫർ മുസ്തത്തിൽ തസ്ബുതു വഖഫൻ അല്ലേ തസ്ബുതു വഖഫൻ തസ്കുതു വസ്ലൻ തസ്കുത്തു വസ്ലൻ രണ്ടും തസ്കുത്ത് തന്നെയാണ് അല്ലല്ലോ ഒന്ന് തസ്ബുത്ത് എന്നാണ് തസ്ബുത്ത് രണ്ടാമത്തേത് തസ്കുത്ത് അല്ലെങ്കിൽ തുഹ്ദഫ് എന്ന് പറഞ്ഞോളൂ തുഹ്ദഫ് അങ്ങനെയും പറയും. അതിന്റെ ഒരു PDF നോക്കുമ്പോ അതിന്റെ ഇതൊന്നും അയക്കണം അല്ലെങ്കിൽ കിട്ടില്ല. ഓക്കെ ടൈപ്പ് ചെയ്ത് വായിക്കുന്നുണ്ട്. ഓക്കെ അഫ്സത്താത്തിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇതിൽ എത്ര മദ് ബദൽ വന്നിട്ടുണ്ട്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോന്ന് ക്ലിയർ ആണോ എന്ന് അറിയാൻ. മദ് ബദൽ എത്ര തവണ? ഞാൻ പറയാം ഒരു മിനിറ്റ്. ഓക്കെ പിന്നെ ഒന്നേ വന്നിട്ടുള്ളൂ. ആകെ ഒരു മദ് ബദലേ വന്നിട്ടുള്ളൂ. അത് ഏതാന്ന് പറഞ്ഞാൽ ഊ എന്നാണ്. ഹംസ ദൊമ്മ വാ മദ് ജ ഊ എന്നുള്ള അവിടെയാണ് മദ് ബദൽ വന്നത്. അപ്പം പിന്നെ അഫ്സത്താത്ത ചെറിയൊരു കൺഫ്യൂഷൻ എവിടെയോ കിടക്കുന്നുണ്ട് മദ് ബദലായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. ഇതിൽ മദ് ബദലും ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, എവിടെയോ ക്ലിയർ കുറവുണ്ടോ, ക്ലാരിറ്റി കുറവ്. അതായത് ഹംസക്ക് ശേഷം മദ്ദക്ഷരം വരുന്നുണ്ടെങ്കിൽ അത് മദ് ബദലാണ്. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കിക്കോളി. ഹംസക്ക് ശേഷം മദ് ബദൽ. അപ്പൊ ഹംസ ലൊമ്മ കഴിഞ്ഞിട്ട് മദ് വന്നു. അതായത് ഹംസ മുൻകടന്ന് വരാണ്. ഔ കുദ്ദീമൽ ഹംസു. അത് ഞാൻ പാട്ട് ഇതിൽ വെക്കാൻ മറന്നു. ഔ കുദ്ദീമൽ ഹംസു മദ്ദു വബദൽ വദ ബദൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഞാൻ ഉണ്ടാവും ചിലപ്പോൾ ലാസ്റ്റിലേക്ക്. ഞാൻ ഇതിൽ കോപ്പി ചെയ്ത് ഇതിൽ കാണുന്നില്ല. ബദലിന്റെ പാട്ട് നിങ്ങൾ നേരത്തെ ഇതിൽ വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ഒരു പാട്ടുണ്ട്. എക്സാമിന് പാട്ടൊക്കെ ചോദിക്കൂലല്ലോ. പാട്ട് ചോദിക്കാണ്ട് പിന്നെ പാട്ട് എന്തായാലും 2 പാട്ട് നല്ല മുമ്പസിലും മുന്തൊക്കെ ചോദിച്ചാൽ മതി. ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല, ഇത് 2 ലൈനുള്ളൂ. 2 ലൈനുള്ളൂ. ഓക്കെ, അപ്പോ മദ് ബദലുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും സംശയം ഇനിയും കിടക്കുന്നുണ്ടോ? ഹഫ്സത്താത്തക്ക് ഇപ്പൊ ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ക്ലിയർ ആവാനുള്ള സിമ്പിൾ മെത്തേഡാണ്. മനസ്സിലായി. അത് രണ്ടാമതൊന്നും കൂടി ക്ലാസ് കേൾക്കുമ്പോ അത് ക്ലിയർ ആവും. ഞാനിപ്പോ അതിങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോഴുള്ള പ്രശ്നം മനസ്സിലായി. ഹംസ കഴിഞ്ഞിട്ട് മദ്ദക്ഷരങ്ങൾ വരികയാണെങ്കിൽ അത് മദ് ബദലാണ്. സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് വേഗം മറ്റേ നമ്മൾ മറ്റേ മദ് കാണുമ്പോൾ അത് മദ് ബദലാണോ ഏതാണോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഇത് ഇത്ര മാത്രം സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. വേറെ ഹംസക്ക് ശേഷം വരുന്നുണ്ടോ എങ്കിൽ അത് മദ് ബദല. ബാക്കിയുള്ളതൊന്നും നമ്മൾ ചിന്തിക്കേ വേണ്ട. ഓക്കെ, ഈ തഹജി ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരോ ഈ ആയത്തിന്റെ? അദ്ദുനൂന എന്നാണെങ്കിൽ ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ ലാം ഷംസിയ മുദ്ഗമ ഫിദ്ദാഇൽ മദ്മൂമ അദ്ദു നൂൻ ളമ്മ വാവ് മദ് തബീഇ ഹർകത നൂ അദ്ദുനു
നൂൻ ഫത്ഹ, അലിഫ് അലിഫ് സിഫർ മുസ്തീൽ, തസ്ബുതു വഖഫൻ, തസ്ബുതു വഖഫൻ. പിന്നെ വ വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് വാ വേണ്ട, തുഹ്ദഫു വസ്ലൻ അല്ലെങ്കിൽ തസ്കുത്ത് വസ്ലൻ. സിമ്പിളായിട്ട് നിങ്ങൾ തസ്കുത്ത് വസ്ലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഹംസത്ത് വസ്ലൻ തസ്കുത്ത് വസ്ലൻ പഠിച്ചാണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, തസ്കുത്ത് വസ്ലൻ ചേർത്ത് ഓതുകയാണെങ്കിൽ കൊഴിഞ്ഞു പോകും. വഖഫ് ചെയ്യുകയാണെങ്കിൽ നിൽക്കും, അലിഫ് ഉണ്ടാവും. എന്നിട്ട് അദ്ദുനൂന അദ്ദുനൂന. ഓക്കെ, അപ്പോൾ അന കഴിഞ്ഞു, പിന്നെ പിന്നെ ലാക്കിന്ന കഴിഞ്ഞു, ദുനൂന പഠിച്ചു. 3 എണ്ണായേ. 4ാമത്തെ നോക്കാം നമുക്ക് എന്താണ്. അർ റസൂല, അർ റസൂല എന്നാണ്. സൂറത്ത് അഹ്സാബിലെ തന്നെ يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول. അത്അന അല്ലാഹ വ അത്അന റസൂല. ഇവിടെ പഠിക്കാത്ത 2 കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്അന എന്നുള്ള കളയപ്പെടുന്നുണ്ട് 2 എണ്ണം. ഓക്കെ, ഇനി ആ റസൂല എന്നുള്ളതൊന്ന് നിങ്ങൾ മനസ്സിൽ നിന്ന് ഓർത്ത് വെച്ചിട്ട് പറയാൻ കഴിയുമോന്നൊന്ന് നോക്കി നിങ്ങൾ. ഓക്കെ, ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദു ബിഹ ലാം ശംസിയ മുദാമ ഫിൽ റാഇൽ മഫ്തൂഹ അർറ. ഫിൽ എന്ന് വരൂല, റാ ഫിർ അറ എന്ന് പറയുമ്പം ഫിൽ വരൂലല്ലോ അല്ലേ, ഷംസിയാണല്ലോ അല്ലേ. അറാ പറയുമ്പോൾ അൽ റാ നമ്മൾ പറയുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ അൽ നമ്മൾ ഷംസിയ കമരിയ പഠിച്ചത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. ഫിൽ ഫിൽ റാ ഫിർ റാ ആണ്, ഫിൽ റായിൽ ഫിർ റാ. അവിടെ ഷംസിയൻ്റെ ഒരു റൂൾ അവിടെ അതും കൂടി. ഓക്കെ 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 ഓക്കെ. ലാം ശംസിയ മുദാമ ഫിർ റാഇൽ മഫ്തൂഹ. വേണമെങ്കിൽ അവിടെ മുഫഖമയും കൂടി പറയാം. ഓക്കെ, അർറ സീൻ ضم واو مد تبي حركتان سو الرسو لام فتح ألف مد صفر مستطيل. അലിഫ് മദ്ദല്ല, അലിഫ് സിഫർ മുസ്തത്തിൽ. മദ് വേണ്ട. ألف صفر مستطيل تثبت وقفا تسكت وصلا. അത്രേ ഉള്ളൂ. ഓക്കെ, തസ്ബുത്തു വഖഫൻ. വഖഫ് ചെയ്യുമ്പോൾ അത് നിലനിൽക്കും പറയുമ്പോൾ അവിടെ അലിഫ് വരിക എന്ന് പറഞ്ഞാൽ ലാ എന്നായല്ലോ. അവിടെ മദ്ദായിട്ട് മാറുകയാണ് അത് നിലനിൽക്കുമ്പോൾ അല്ലേ, അങ്ങനെയാണത്. അപ്പോൾ അത്രേ പറഞ്ഞാൽ മതി ഈ 2 വാക്കുകൾ, തസ്ബുത്തു വഖഫൻ വ തുഹ്ദഫു വസ്ലൻ എന്നോ അല്ലെങ്കിൽ തസ്കുത്ത് വസ്ലൻ എന്നോ. ഓക്കെ, പിന്നെ അടുത്തതാണ് അസ്സബീല, സൂറത്ത് അഹ്സാബിൽ. ഇപ്പം സുഖമാണ് നിങ്ങൾക്ക്. സൂറത്ത് അഹ്സാബിലാണ് 3 എണ്ണം വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്ത് കഹ്ഫിൽ വന്നു, പിന്നെ 3 എണ്ണവും എവിടെ വന്നത്, അഹ്സാബിലാണ് അല്ലേ. ഇതാരോ ഓതുന്നത്? قالوا ربنا إنا أعطينا سادتنا وكبراءنا فأضلونا السبيل. ഓക്കെ, അസ്സബീല ഒന്ന് തേജ് ചെയ്ത് നോക്കുവോ? السبيل همسة وصل تسقط وصلا نبدو بها لام شمسية مدغمة في السين مفتوحة باء كسرة يا متبيع فتان بي السبي لام فتحة ألف صفر مستطيل تسقط وقفا അലിഫ് സിഫർ مستطيل മുസ്തത്തിൽ. ഓക്കെ, മുസ്തദീർ എന്ന് കേട്ടായിരുന്നു തോന്നി. تسقط وقفا تسقط وصلا. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് നോക്കാം നമുക്ക് ഏതാണെന്ന്. ക്ലിയർ ആണ്. സംശയം എന്തുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സൂറത്ത് ഇൻസാനിലാണ് വരുന്നത്.
4-ാമത്തെ ആയത്ത് എല്ലാവർക്കും അറിയുന്നതാണ്. أعتدنا للكافرين سلاسل وأغلالا وسعيرا. ഓക്കെ, ഇവിടെ പിന്നെ എന്താ പറയുക, ഇതിൻ്റെ നടുവിലാണ് വരുന്നത്. അപ്പം നമ്മളവിടെ പിന്നെ എങ്ങനെ തഹജ് ചെയ്യുക? നിങ്ങൾ ഒന്ന് സലാസില എന്നുള്ളതൊന്ന് തഹജ് ചെയ്യൂ. സീൻ ഫത്ഹ സ, ലാം ഫത്ഹ, അലിഫ് മദ് തൊബിയ ഹർക്കത്താൻ, ല സലാ, സീൻ കസ്ര സി, സലാസി, ലാം സുക്കൂനല്ല ഫത്ഹ, ഞാൻ ഫത്ഹ, ലാം ഫത്ഹ, അലിഫ് സിഫ്ർ മുസ്തദീർ ലാ യുൻതഖ്. സിഫ്ര അത് ശരിക്കും എനിക്ക് മനസ്സിലാവണില്ല. അതിന്റെ വട്ടം നീളത്തിലാണോ മറ്റേലാണോ? അലിഫ് സിഫർ ഇത് ഇതിൽ പെട്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് രണ്ട് സിഫ്രായിട്ടാ തോന്നുന്നു. ഇതിന് ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, തഹജ് ചെയ്യാൻ പറ്റുക. ഇത് രണ്ട് രീതിയും ഇവിടെ ഉപയോഗപ്പെടുത്താമെന്നാണ്. സലാസില എന്ന് പറയുമ്പോൾ അവിടെ എയ്ത്തിൽ മുസ്തദീർ ആയിട്ടാണ് വന്നതെങ്കിലും മുസ്തത്തീലിൻ്റെ ഗണത്തിലാണ് ഇത് പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് പാരായണം ചെയ്യുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ രണ്ട് രീതി ഉപയോഗപ്പെടുത്താം. ഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില, ല എന്ന് മദ്ദോട് കൂടി, അല്ലെങ്കിൽ സലാസിൽ എന്ന് മദ് ഒഴിവാക്കിയിട്ട്, അത് രണ്ട് രീതി. അതാണ് അലിഫ് സിഫർ മുസ്തഖീൽ തസ്ബുതു ഔ തസ്കുതു വഖഫൻ തസ്കുതു വസ്ലൻ, നിലനിൽക്കും അല്ലെങ്കിൽ കൊഴിഞ്ഞു പോകും. എങ്ങനെ വഖഫ് ചെയ്യുന്ന സമയത്ത് ചേർത്തോതാണെങ്കിൽ ഓൾറെഡി അതെന്താണ്, വസ്ൽ തന്നെയാണ്. ചേർത്തോതുമ്പോൾ തസ്കുത്ത് വസ്ലൻ തന്നെയാണ്. നമ്മൾ പിന്നെ മറ്റേ രീതിയിലാണെങ്കിൽ രണ്ട് രീതിയിലും അതിനെ നമുക്ക് വഖഫ് ചെയ്യാമെന്നാണ്, നിലനിർത്തിക്കൊണ്ട് സലാസില എന്ന് വഖഫ് ചെയ്യാം, അല്ല സലാസിൽ എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഈ ഒരു പിന്നെ സലാസിലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ സലാസിലിനെ നമ്മൾ അലിഫാത്ത് സബയിലെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിന് ഈ രണ്ട് നാച്ചറും ഉണ്ട്. ഓക്കെ, അതേപോലെ ഇനി വരാനുള്ളത് സൂറത്ത് ഇൻസാൻ തന്നെയാണ്. സൂറത്ത് ഇൻസാനിലെ കവാരീറ, രണ്ട് കവാരീർ ഉണ്ട് അതിൽ. ഒന്നാമത്തെ കവാരീറാണ് എന്ത്, 15ാമത്തെ കവാരീറാണ് ഇത് വരുന്നത്. 16ാമത്തേത് എന്താണ്, മുസ്തദീറുമാണ്. ഓക്കെ, വേറൊരാൾ പാരായണം ചെയ്തോളൂ. ويطاف عليهم بآنية من فضة من فضة എന്നല്ല, من فضة وأكواب അവിടെയല്ലോ അക്വാബിൻ എന്ന് പറഞ്ഞിടത്തില്ലേ, ബാ തൻവീൻ ബിൽ കസ്ര ശേഷം കാഫ്, അവിടെയും ഉന്ന വേണം. ഓക്കെ, ഖവാരീറ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ തഹജ് ചെയ്യുക? അവസാനത്തത് പറഞ്ഞാൽ മതി, മുഴുവൻ പറയണ്ട. റാ ഫത്ഹ മുഫഖമ കിട്ടുമോ? കിട്ടൂല. അത് മുഴുവൻ പറയുമ്പോഴേ അതിലെല്ലതും വരുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നാൽ ഖാ ഫത്ഹ മുഫഖമ, ഖാ വാവ് ഫത്ഹ, അലിഫ് മദ് തബീഇ ഹർകതൻ വ ഖവ, റാ കസ്ര മുറക്കക, യാ മദ് തബീഇ ഹർകതൻ രി ഖവാരി, റാ ഫത്ഹ മുഫഖമ, അലിഫ് സിഫർ മുസ്തതീൽ യസ്ബുതു വഖഫൻ തസ്കുതു വസ്ലൻ, യസ്ബുതു വഖഫൻ തസ്കുതു വസ്ലൻ, അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, യുഹ്ദഫു വസ്ലൻ എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 7 എണ്ണാണുള്ളത്. ഈ 7 നിങ്ങൾ ഏത് സൂറത്താന്നൊക്കെ ഉള്ളത് ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ ഓരോന്ന് നിങ്ങൾ പഠിക്കണം. അന, ലാക്കിന്ന, അദ്ദുനൂന, അർ റസൂല, ഖവാരീറ, സലാസില, അസ്സബീല. ഓക്കെ, ഈ 7 എണ്ണം അലിഫാത്തു സബ, 7 അലിഫുകൾ. ഇത് ഇങ്ങനെ തന്നെ 7 എണ്ണം സൂറത്തും ആയത്ത് നമ്പറും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുക. ഈ 7 എണ്ണമാണ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ബദൽ, നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊരു പുതിയ പേരുണ്ട്, മദ് ബദൽ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അതിനെ മനസ്സിലാക്കാൻ ഹംസക്ക് ശേഷം അലിഫ് മദ്ദോ യാ മദ്ദോ വാവ് മദ്ദോ വരികയാണെങ്കിൽ അതെന്തായിരിക്കും, മദ് ബദലായിരിക്കും. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കാം.
അപ്പോൾ വേഗം നമുക്ക് ഓടും. മറ്റേ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നേരത്തെ തന്നെ ഓരോ ആയത്ത് നമ്മൾ നോക്കുമ്പോൾ അത് ഒരു മദ്ദിൻ്റെ ഇത് വരുമ്പോൾ അത് മദ് ഹാവി യു ഹാവി എന്ന് പറയുമ്പോൾ അല്ല സോറി, അപ്പോൾ ഏതാണ് അല്ലദി എന്ന് പറയുമ്പോൾ സംശയം വരാനുള്ളൊരു തുറ എന്ന് പറയുമ്പോൾ സംശയം വരാനുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ അത് വരേണ്ട ആവശ്യമില്ല. ഹംസക്ക് ശേഷമാണ് പിന്നെ മദ്ദക്ഷരങ്ങൾ, അതായത് അലിഫോ യാവോ വാവോ വരുന്നെങ്കിൽ പിന്നെ അവിടെ നോ ഡൗട്ട് അത് മദ് ബദൽ. അപ്പോൾ ജാ ഊ, അപ്പോൾ ഹംസ ദൊമ്മ വാവ് മദ്, അത് മദ് ബദലാണ്. ഓക്കെ, ഇങ്ങനെ വേഗം മനസ്സിലാക്കാം. ഹംസക്ക് ശേഷമാണ് വരുന്നെങ്കിൽ അത് എന്താണ്, മദ് ബദലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഒന്ന് പഠിച്ചത്. രണ്ടാമത് നമ്മൾ അത് തൊബിയാണല്ലോ അല്ലേ? അപ്പൊ തൊബിയ ഇതിൽ വരും അല്ലേ? അതെ, തൊബയിലാണ് വരുന്നത്. കുറേ ഇതിൻ്റെ ഇത് ഇതിലെ സൂറത്തുൽ ഇൻസാനിലെ 15ഉം 16ഉം കൂടി ആയത്തുകളൊന്ന് രണ്ടും ഓതുമ്പോഴേ ഉള്ള വ്യത്യാസം ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. സൂറത്ത് 14, 15 എന്നുള്ളത് എന്താ, സിമ്പിളാണ്. 15, 16 15ഉം 16ഉം ആണ്, അല്ലെങ്കിൽ 14ഉം 15ഉം. 15ഉം 14ഉം എന്തോ റേഞ്ച് പ്രോബ്ലം ഉണ്ട് തോന്നുന്നു. 15ഉം 16ഉം അല്ലേ? 15ആണ് ഇങ്ങനെ അതല്ല, 15ഉം 16ഉം രണ്ടിലും കവാരീറ വരുന്നുണ്ടല്ലോ. രണ്ടിലും കവാരീറ വരുന്നുണ്ട്. അതിൽ രണ്ടിലും കവാരീറ വരുന്നുണ്ട്. ഒന്നില് സിഫ്റു മുസ്തഖീലുമാണ്, മറ്റേല് മുസ്തദീറുമാണ്. അതെ. അപ്പൊ രണ്ടും ചേർത്ത് ഓതുമ്പോഴൊക്കെ എങ്ങനെ വരും എന്നുള്ളതും കൂടി ഒന്ന്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് സൂറത്ത് ഇൻസാനിൽ രണ്ട് പിന്നെ അലിഫാത്ത് സബുകളിൽപ്പെട്ട രണ്ടെണ്ണാണ് വരുന്നത്. ഒന്ന് സലാസില എന്നുള്ളതാണ്. ആ സലാസില എന്ന് പറയുന്നിടത്ത് എഴുതിയത് എന്താണ്, അലിഫ് സിഫർ മുസ്തദീർ ആയിട്ടാണ് എഴുതിയത് അല്ലേ? എവിടെ പോയത്, മുസ്തദീർ ആയിട്ടാണ് എഴുതിയത്. പക്ഷെ അതിനെ പരിഗണിക്കുന്നത് ഇതിലാണ്, അലിഫാത്ത് അതായത് മുസ്തഖീലിലാണ് പരിഗണിക്കപ്പെടുന്നത്. അത് രണ്ടിലും പെടാം. രണ്ടാമത്തതിൽ വരുന്നത്, അതായത് കവാരീറ എന്ന് പറയുന്നത്, കവാരീറ രണ്ടെണ്ണാണ്. കവാരീറയില് 15ാമത്തെ ആയത്തിലെ കവാരീറാണ് എന്ത്, അലിഫാത്തു സബയിൽ വരുന്നത്. 16ാമത്തെ കവാരീറ അലിഫാത്തു സബയിൽ പെട്ടതല്ല, അലിഫ് സിഫർ മുസ്തദീറിൽ പെട്ടതാണ്. ഓക്കെ, അപ്പം അത് പാരായണം ചെയ്യാൻ എന്താ സിമ്പിളാണ്. വയത്തൂഫു അലൈഹിം ബിആനിയതിൻ മിൻ ഫിദ്ദ من فضة وأكواب كانت قواريرا. പിന്നെ മറ്റേത് ഖവാരീർ, അത് നിർത്താതെയാണെങ്കിലും അത് അങ്ങനെയാണ്. وأكواب كانت قوارير من فضة قدروها قوارير من فضة قدروها تقديرا എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 ടോപ്പിക്കാണ് എടുത്തത്. ഇനി നമുക്ക് ഹദഫും തഹരീക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എടുക്കാൻ നിന്നിപ്പോൾ. പിന്നെ നമുക്ക് റിവിഷൻ, അത് കഴിഞ്ഞാൽ പരീക്ഷ. അത്രയേ ഉള്ളൂ. റിവിഷൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനും കുറച്ച് ക്വസ്റ്റ്യനുകൾ നമ്മൾ പരിചയപ്പെടും. പിന്നെ നമുക്കൊരു ഒരു ക്ലാസ്സിൽ നമ്മൾ ഫുൾ പരീക്ഷ എന്ന പോലെ തന്നെ ഒരു മോഡൽ പരീക്ഷ നടത്തും. അതിനുശേഷം പരീക്ഷയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കാം. സംശയങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ എടുക്കുന്ന വിഷയം ഇപ്പോൾ റാഗ് തർക്കീക്കായിട്ട് ബന്ധപ്പെട്ട കുറേ ഞാൻ ഓതുമ്പോൾ എനിക്ക് കിട്ടിയത് കുറേ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ മെൻറ്റേഴ്സിനോട് ചോദിച്ച് അതിലെ ഡൗട്ടുകളൊക്കെ തീർത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ തന്നെയാണ് അല്ലേ? ഹംസത്ത് വസ്ല് വരുന്നോണ്ടാണെന്ന് പറഞ്ഞു ഹിബ. എങ്ങനെ? അമീർ താബു, അവിടെ അമീർ താബു എന്താ, അവിടെ എന്താ വരിക? അവിടെ അതായത് തഫ്ഹീമാണ് എന്നാണ് പറഞ്ഞത്. അതെ, തഫ്ഹീമാണ് വരുന്നത്. അപ്പൊ അതിനുകൊണ്ടാണ് ഞാൻ അതൊക്കെ അതിൽ ഇട്ടത്. നിങ്ങൾ ഓത്തിൽ എന്തെങ്കിലും പിന്നെ കൺഫ്യൂഷൻ, അമീർ താബു എന്ന് ഓതാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒക്കെ ഞാൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക്
വലിച്ചിട്ടത്. കാരണം അത് എന്താ സ്ഥായി ആയിട്ടുള്ള എന്തല്ല പിന്നെ ഇതല്ലാത്തത് കൊണ്ടാണ് അമീർ താബു എന്ന് വരാൻ കാരണം അതുകൊണ്ടാണ്. ഓക്കെ, കുറേ ഞാനൊക്കെ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇട്ടത് കംപ്ലീറ്റ് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതായത് തർക്കീക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഞാൻ എന്തിട്ടിരുന്നത്. ഉലിൽ ഉലിൽ ഇർബത്തി അതും തഫ്ഖീം തന്നെയാണോ? അല്ല, അത് മറ്റേ തന്നെയാണ്. ഇർബത്തി അത് ഹംസത്ത് വസ്ലല്ലല്ലോ, അലിഫ് തന്നെയല്ലേ? അമീർ താബു എന്നുള്ളടത്ത് എന്താ ഹംസത്ത് വസ്ൽ വന്നുകൊണ്ട് അതെന്തായിട്ടുണ്ട് പിന്നെ അമീർ താബു എന്നാണ്. അതായത് തർക്കീക്ക് സംഭവിക്കൂല, തഫ്ഖീമാണ്. പക്ഷെ ഇപ്പുറത്ത് അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് ഇട്ടത്. ഇതിലും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതെന്താണ് ഉലിൽ ഇർബത്തി എന്നല്ല, ഉലിൽ ഇർബത്തി എന്നാണ്. അതെ, അവിടെ തർക്കീക്ക് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ എണ്ണാണ് ഞാൻ അങ്ങനെ ഓരോ മിർസാദ് എന്ന് പറഞ്ഞുകൊടുത്ത് ശേഷം എന്ത് വന്നു, സ്വാദ് തഫ്ഖീമാണ്. അതുകൊണ്ട് റാഉം തഫ്ഖീമാവും. അപ്പൊ ഫിർഖത്തിനുള്ളിടത്തും തഫ്ഖീം അല്ലേ വരിക? ഫി അല്ലല്ലോ, ഖാഫല്ലേ, ഹെവി അല്ലേ, ഫിർ അതന്നെ ഫിർ. അതെ അതെ അതെ, തഫ്ഖീമല്ലേ വരിക? തഫ്ഖീമാ വരിക, തർക്കീക്കല്ല വരിക. ശേഷം ഹെവി വരുമ്പോൾ തഫ്ഖീമിലേക്ക് പോകും, അല്ലാത്ത കേസിൽ തർക്കീക്കിലേക്ക് വരും. അങ്ങനെ അത് മനസ്സിലാക്കി. അതെ അതെ അതെ. അപ്പം അങ്ങനെ കുറച്ച് ഞാനിത് ഇട്ടത് അതിന് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങളെ മെൻറ്റേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വേറെ ആരും ഒന്ന് രണ്ട് ആൾക്കാരോ ചോദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പിന്നെ ഇർബത്തി എന്നുള്ളത് സംശയം വന്നു, അതാണ് ചോദിച്ചത്. ഇർബത്തി എന്നുള്ളത് തർക്കീക്കാണ്. അതെ, ഇർബ തർക്കീക്കാണ്. അവിടെ ഹംസത്ത് വസ്ലല്ല, അലിഫാണ് എന്നുള്ളതുകൊണ്ടായിരിക്കും അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. പഠിച്ചോന്ന് നമ്മുടെ പഠനത്തൊക്കെ എളുപ്പമാക്കി തരട്ടെ. കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനൊക്കെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ഒരു ചിലവാക്കുന്ന ഈ സമയത്തെ നാളെ പഠിച്ചോന് ഒരുപാട് പ്രതിഫലം നൽകുന്ന കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, രോഗം, മറ്റ് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ. അള്ളാഹു എല്ലാവർക്കും ഷിഫയും കഷ്ഫും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ, കുടുംബക്കാർ, ഇണതുണകൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും വറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.